ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 7ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ 6 ദിവസം കഴിഞ്ഞ് നമ്മൾ 7ാമത്തെ ദിവസത്തിലേക്ക് കടന്നേക്കാണ്. കഴിഞ്ഞ 6 ദിവസത്തെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞാനിപ്പോൾ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളിനി 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് 6ാമത്തെ ദിവസത്തിൽ ഞാൻ തന്ന ഹോം വർക്ക്സിൻ്റെ ആൻസർ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ 2 സെൻറ്റൻസസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ, അവനിത് ഒറ്റയ്ക്കാണ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, അവനിത് ഒറ്റയ്ക്കാണ് ചെയ്തത്. എന്താ അതിൻ്റെ ഇംഗ്ലീഷ്? ഹി ഡിഡ് ഇറ്റ് അലോൺ. ഓക്കെ, ഹി ഡിഡ് ഇറ്റ് അലോൺ. ഓക്കെ, എങ്ങനെ പറയാം? ഹി ഡിഡ് ഇറ്റ് അലോൺ. ഓക്കെ, രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് പരാതിപ്പെടല്ലേ എന്നൊക്കെയാണ്. ഓക്കെ, എന്താ നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ്? ഡു നോട്ട് കംപ്ലെയിൻ. ഓക്കെ, ഡു നോട്ട് കംപ്ലെയിൻ. ഓക്കെ, ഇപ്പോൾ 2 സെൻറ്റൻസസ്. ഹി ഡിഡ് ഇറ്റ് അലോൺ, ഡു നോട്ട് കംപ്ലെയിൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത 20 സെൻറ്റൻസസിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ബുക്കും പേനൊക്കെ എടുക്കാൻ മറക്കരുത്. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇതുവരെ പഠിച്ച 120 സെൻറ്റൻസസ് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, ഇപ്പം നിങ്ങൾ മുന്നത്തെ വീഡിയോ ഒക്കെ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് കുറേയും കൂടി നല്ലതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഡൗട്ട്സ് വരുമ്പോൾ വീണ്ടും പല ആവർത്തി വീഡിയോസ് കാണും. ഒരു തവണ കണ്ടതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതെല്ലാം നിൽക്കണമെന്നില്ല, നമ്മൾ എഴുതിയെടുത്താൽ ഇത് മനസ്സിൽ നിൽക്കണമെന്നില്ല. പല ആവർത്തി കാണുമ്പോൾ പല സെൻറ്റൻസസ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും പല ആവർത്തി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. എല്ലാം നന്നായിട്ട് പോയി. ഓക്കെ, നമ്മളൊരു വലിയ പ്രോഗ്രാമൊക്കെ വലിയ ടെൻഷൻ അടിച്ച് ഓർഗനൈസ് ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ വീട്ടിലൊരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നന്നായിട്ട് തീർന്നതിന് ശേഷം റിലാക്സ് ചെയ്ത് നമ്മൾ ഇരുന്നിട്ടൊരു പറച്ചിലുണ്ട്, എല്ലാം നന്നായിട്ട് പോയി, എല്ലാം നന്നായിട്ട് നടന്നു, എല്ലാം നന്നായിട്ട് സംഭവിച്ചു എന്ന് നമ്മൾ പറയും അല്ലേ. നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കാറുള്ള സെൻറ്റൻസുകളിലൊന്നാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? എവ്രിതിങ് വെൻറ്റ് സ്മൂത്ത്ലി. ഓക്കെ, എങ്ങനെയാണ് പറയുക? എവ്രിതിങ് വെൻറ്റ് സ്മൂത്ത്ലി. എല്ലാം നന്നായിട്ട് പോയി. ഓക്കെ, എവ്രിതിങ് വെൻറ്റ് സ്മൂത്ത്ലി. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഒപ്പം പറയാം കേട്ടോ. എവ്രിതിങ് വെൻറ്റ് സ്മൂത്ത്ലി. ഓക്കെ, ഇനി ഒരുമിച്ചൊന്ന് പറഞ്ഞ് എവ്രിതിങ് വെൻറ്റ് സ്മൂത്ത്ലി. റൈറ്റ്. ഓക്കെ, കൂൾ. ഇനി നമുക്ക് 2ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഞാൻ പേടിച്ചു പോയി അല്ലേ. ചിലപ്പോൾ പിള്ളേരൊക്കെ നമ്മളൊന്ന് പേടിപ്പിക്കും. ഞാൻ വീട്ടിൽ അങ്ങനെയാണ്. ചില ദിവസം നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വാതിൻ്റെ പിറകിലൊക്കെ വന്നിട്ട് പെട്ടെന്നൊരു പേടിപ്പിക്കലാണ്. നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മളും അങ്ങ് പേടിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാണ്ട് പറഞ്ഞു, പേടിച്ചു പോയി എന്ന് പറയും ഇല്ലേ. അല്ലെങ്കിൽ നമ്മൾ സിനിമകളൊക്കെ കാണാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഈ സൗണ്ടിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസുകളിൽ, ചില വോയിസുകൾ, ചില ആക്ഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിയേറ്ററിലൊക്കെ ഇരുന്ന് ഒന്ന് ഞെട്ടും. നമ്മൾ പറയും പേടിച്ചു പോയി എന്ന് പറയും അല്ലേ. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റുക? ഇങ്ങനെ പറയണം, ഐ ഗോട്ട് സ്കെയർഡ്. ഓക്കെ, ഞാൻ പേടിച്ചു പോയി, ഐ ഗോട്ട് സ്കെയർഡ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ പേടിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പറയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷെ പല ആവർത്തി വീഡിയോ ഒക്കെ കണ്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇംഗ്ലീഷിൽ പോലും നമ്മൾ പറഞ്ഞു പോകും. എങ്ങനെ? ഐ ഗോട്ട് സ്കെയർഡ്. ഓക്കെ, ഒന്ന് എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്തു. ഐ ഗോട്ട് സ്കെയർഡ്. ഇനി നമ്മൾ 3ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. എന്താ നിനക്ക് വേണ്ടതെന്ന് എന്നോട് പറയും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ, മക്കളൊക്കെ ഇങ്ങനെ കുറേ സംഗതികളൊക്കെ പറഞ്ഞു നമ്മൾ പറയും, നിനക്ക് എന്താ വേണ്ടതെന്ന് എന്നോട് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താക്കന്മാരൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, ബർത്ത്ഡേക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ പരാതിപ്പെടുമൊക്കെ പറയും. നീ പറ, നിനക്ക് എന്താ വേണ്ടതെന്ന് എന്ന് പറയും അല്ലേ. നമുക്കത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? Tell me what you need. Okay, tell me what you need. Okay, നിനക്ക് എന്താ വേണ്ടതെന്ന് എന്നോട് പറയും. Tell me what you need. Okay, എങ്ങനെ പറയാ? Tell me what you need. Okay, tell me, എന്നോട് പറയും നിനക്ക് എന്താ വേണ്ടതെന്ന്. Tell me what you need. Okay, നിനക്ക് എന്താ വേണ്ടതെന്ന് എന്നോട് പറയൂ. Tell me what you need. 4ാമത്തെ ഇതാണ്, നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ചിലപ്പോൾ ഒരു വഴിയില്ലാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും നമുക്ക് അതിനൊരു വഴി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു സാധനം കാണാതിരിക്കുമ്പോൾ നമ്മൾ പറയും നമുക്കത് കണ്ടുപിടിക്കാമെന്നേ എന്ന് പറയും അല്ലേ. ലൈഫിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ്, നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കത് പറയാം? വിൽ ഫൈൻഡ് ഔട്ട്. ഓക്കെ, വി വിൽ ഫൈൻഡ് ഔട്ട് എന്നെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയാം. എങ്ങനെ? വിൽ ഫൈൻഡ് ഔട്ട്. ഓക്കെ, വിൽ ഫൈൻഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. We will find out. Okay, we will find out. വളരെ സിമ്പിളാണ്, നമുക്കത് കണ്ടുപിടിക്കാം.
വിൽ ഫൈൻഡ് ഔട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ. ആ തെറ്റ് ആരാ ചെയ്ത്, അല്ലെങ്കിൽ അത് ആരാ മോഷ്ടിച്ച്, അത് ആരാ റോങ് ആയിട്ടുള്ള കാര്യം ചെയ്ത്, അല്ലെങ്കിൽ ആരാ വർക്ക് ചെയ്തതെന്നൊക്കെ പറയും, നിങ്ങൾക്ക് കണ്ടുപിടിക്കാന്നേ. വിൽ ഫൈൻഡ് ഔട്ട്. 4ാമത്തെ സെൻറ്റൻസ് ആണ്, അത് ഞാൻ പോകുന്ന വഴിക്ക് പറയാം. നിനക്ക് പോകുന്ന വഴിക്ക് പറയാം. ഇല്ലേ, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ധൃതി പിടിച്ച് വസ്ത്രമൊക്കെ മറിക്കണം. ഞാൻ പറ, എന്താ കാര്യം എന്ന് വെച്ചാൽ പറ, നമ്മൾ എങ്ങടെ പോണേന്ന് പറ. നമ്മൾ ചിലപ്പോൾ സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഭാര്യയെ മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എങ്ങടെ പോണേന്ന് പറ, എന്താ ചെയ്യാൻ പോണേന്ന് പറ എന്നൊക്കെ പറയും. നമ്മൾ പറയും അതൊക്കെ പോണ വഴിക്ക് പറയാന്നേ, അത് പോണ വഴിക്ക് പറയാമെന്ന് പറയും അല്ലേ. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്, നമ്മളത് പോണ വഴിക്ക് പറയാം. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുക? സിമ്പിളാണ് കേട്ടോ. അതായത് ഇങ്ങനെ പറഞ്ഞാൽ മതി, I'll tell you on the way. Okay, I'll tell you on the way. Okay, ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളോട് പറയാം. I'll tell you on the way. Okay, വീണ്ടും ഞാൻ പറയാണ്, ഐ വില്ലിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ പറയാം I'll. Okay, I'll tell you on the way. Okay, I'll tell you on the way. ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളോട് പറയാം. I'll tell you on the way. എനിക്ക് 2 കാര്യം ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ വീട്ടിലേക്ക് ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതോ, എനിക്ക് തീരുമ്പോൾ പണി തരാനായിട്ട് ചിലപ്പോൾ ഒരു പണി ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ വേറെ പണി പറയും. നമുക്കതിന് ആ കൺഫ്യൂഷൻ പറയുന്നത് ഞാൻ ദൈവമൊന്നുമല്ല. ഓക്കെ, എനിക്ക് 5-8 കൈകളൊന്നുമില്ല. 2 കാര്യമൊന്നും എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരു കാര്യം ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ അമ്മമാർ എക്സെപ്ഷണലാണ് കേട്ടോ, അല്ലെങ്കിൽ സ്ത്രീകൾ എക്സെപ്ഷണലാണ്. കാരണം അവർക്ക് മൾട്ടിപ്പിൾ സ്കില്ലാണ്. ഒരേ സമയത്ത് അവർ പല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ പുരുഷന്മാർ പലപ്പോഴും ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പറയാൻ പറ്റുക? എനിക്ക് 2 കാര്യം ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സമയത്ത് എനിക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയാം. I can't do 2 things at once. ഓക്കെ, എങ്ങനെ പറയാം? I can't do 2 things at once. ഓക്കെ, എനിക്ക് 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. I can't do 2 things at once. ഓക്കെ, എൻ്റെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, I can't do 2 things at once. ഓക്കെ, എനിക്ക് 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, ഒരേ സമയത്ത് ചെയ്യാൻ പറ്റില്ല. I can't do 2 things at once. ഇനി നമ്മൾ 7ാമത്തെ സെൻറ്റൻസിലേക്ക് കടക്കാം കേട്ടോ. എനിക്ക് നിൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റിയില്ല. ഓക്കെ, എനിക്ക് നിൻ്റെ ആഗ്രഹം സാധിച്ചു തരാനായിട്ട്, നിറവേറ്റാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഓക്കെ, നമ്മൾ പലപ്പോഴും ചിലപ്പോൾ പ്രോമിസസ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കത് സാധിക്കാൻ പറ്റാതിരുന്ന നമ്മൾ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടൊക്കെ പറയും, അല്ലെങ്കിൽ അപ്പനമ്മമാരോട് പറയും, എനിക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റിയില്ല. I couldn't fulfill your wish. ഓക്കെ, അങ്ങനെയാണ് അത് പറയാം കേട്ടോ. I couldn't fulfill your wish. എനിക്ക് നിൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റിയില്ല. I couldn't fulfill your wish. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ പറയണം എങ്ങനെ? I couldn't fulfill your wish. ഇനി നമ്മൾ 8ാമത്തേക്ക് കിടക്കുകയാണ്. ഞാൻ നാളെ വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാൻ നാളെ വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മളൊരു സ്ഥലത്ത് ചെല്ലാമെന്ന് പറയാം, നമ്മൾ ചെല്ലാണ്ടായപ്പോൾ അവർ വിളിച്ച് പറയും, അയ്യോ ഐ എം റിയലി സോറി കേട്ടോ, ഞാൻ നാളെ വരാനായിട്ട് നോക്കാം കേട്ടോ, നാളെ വരാം. ഓക്കെ, നാളെ വരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. I'll try to come by tomorrow. ഓക്കെ, അങ്ങനെയാണത് പറയുക. I'll try to come by tomorrow. I'll try to come by tomorrow. ഞാൻ നാളെ വരാനായിട്ട് ശ്രമിക്കാം, ഞാൻ നാളെ വരാൻ നോക്കാം. I'll try to come by tomorrow. I will try to come by tomorrow. എഴുതിയെടുക്കണേ, I will try to come by tomorrow. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചിന്തിച്ചോ. 9ാമത്തെ സെൻറ്റൻസ് ആണ്. നമ്മൾ പല കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ടും നമ്മളെ ന്യായീകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടും അത് അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവാതെ വരുമ്പോൾ നമ്മൾ അവസാനം ഗതി കെട്ടിട്ടൊരു പറച്ചിലുണ്ട്, നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചിന്തിക്കും, നിനക്ക് എന്ത് വേണമെങ്കിലും നീ ചിന്തിച്ചു, എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമില്ല നമുക്ക് നമ്മൾ പറയും, നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചിന്തിക്കും എന്ന് പറയും. എങ്ങനെ നമുക്ക് പറയാം? തിങ്ക് വാട്ട് എവർ യു വാണ്ട്. ഓക്കെ, തിങ്ക് വാട്ട് എവർ യു വാണ്ട്. നീ എന്ത് ചിന്തിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. ഓക്കെ, തിങ്ക് whatever you want. Okay, think whatever you want. Okay, നിങ്ങൾക്ക് നീ എന്താ ചിന്തിക്കണം അത് ചിന്തിച്ചു. നിനക്ക് പറയാൻ പറ്റിയതിലൊക്കെ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ശ്രമിച്ചു. പക്ഷേ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ യു തിങ്ക് whatever you want. നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചിന്തിച്ചു. ഞാൻ അവളെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. 10ാമത്തെ സെൻറ്റൻസാണ്. ഞാൻ അവളെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരാളെ കുറിച്ചിട്ട്, ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് നമ്മളോട് സംസാരിക്കാൻ പറയാം, ഞാൻ അവളെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ കേട്ടോ, എനിക്ക് അവളെ വലിയ പരിചയമൊന്നുമില്ല, ഞാൻ അവളെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? I've met her only once. I have met her only once. ഓക്കെ, നമ്മളിത് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് പറയാണ്, I have met her only once. ഓക്കെ, ഒന്നുകൂടെ എൻ്റെ ഒപ്പം പറഞ്ഞേ, I have met her only once. ഇനി നമ്മൾ 11ാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം. നീ ഏത് കാലത്താണ് ജീവിക്കണേ അല്ലേ? വളരെയധികം പുരോഗമന ചിന്തകളൊക്കെ ഉള്ള ആളുകളുടെ അടുത്ത് അവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും പഴഞ്ചൻ സ്കൂൾ ഓഫ് തോട്ടൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ആളുകളൊക്കെ നീ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണേ, നീ ഏത് ഇറയിലാണ് ജീവിക്കണേ, നീ ഏത് ലോകത്താണ് ജീവിക്കണേ എന്നൊക്കെ ചോദിക്കും അല്ലേ? നമുക്ക് ഇംഗ്ലീഷിൽ ഇത് ഇങ്ങനെ പറഞ്ഞേക്കണം, ഇൻ വിച്ച് ഇറ യു ആർ ലിവിങ്. ഓക്കെ, ഇൻ വിച്ച് ഇറ യു ആർ
ലിവിങ്. ഓക്കെ, നീ ഏത് കാലത്താണ് ജീവിക്കണം, ഇൻ വിച്ച് ഇറ യു ആർ ലിവിങ്. ഓക്കെ, ഇൻ വിച്ച് ഇറ യു ആർ ലിവിങ്. എനിക്ക് തോന്നണില്ല അത് നടക്കും. ഓക്കെ, ആ ഐഡിയ എന്താ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ, നമ്മൾ ചില ഐഡിയാസൊക്കെ കൊണ്ടുവരുമ്പോൾ പറഞ്ഞ് കേൾക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നുമെങ്കിലും പ്രാക്ടിക്കലി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ആ ഐഡിയ ഒന്നും വലിയ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പം ഐഡിയയുടെ കേസിലല്ല, പല കാര്യങ്ങളിലും നമുക്ക് തോന്നും അതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ പറയും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നടക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ആ കാര്യമൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് എന്നൊക്കെ പറയും. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുക? നമ്മളെപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസ് കൂടെയാണ് അല്ലേ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ വർക്ക് ഔട്ട്. എനിക്ക് തോന്നുന്നില്ല അതൊന്നും നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി തുടങ്ങി ഇംഗ്ലീഷിൽ പറയണം. എങ്ങനെ? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ വർക്ക് ഔട്ട്. നിനക്ക് അപ്പം തന്നെ എന്നെ വിളിക്കാനും, നിനക്ക് അപ്പം തന്നെ എന്നെ വിളിക്കാനും. ഓക്കെ, ചിലവർ വഴി തെറ്റിയിട്ട് അല്ലെങ്കിൽ ചില മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ട് അവസാനം നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ചേടാ വഴി തെറ്റിയെന്ന്, എനിക്ക് അവിടെ വെച്ച് അങ്ങനെ സംഭവിച്ചെന്നേ, എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റി എന്നൊക്കെ പറയും. നമ്മൾ പറയും അത് നിനക്ക് അപ്പം തന്നെ എന്നെ ഒന്ന് വിളിക്കാറുന്നില്ലേ, നിനക്ക് അപ്പം തന്നെ എന്നെ ഒന്ന് വിളിക്കാറുന്നില്ലേ എന്ന് പറയും ഇല്ലേ. അപ്പോൾ ചിലപ്പോൾ വിളിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഫോൺ പോലും എടുത്തൊന്നും വരില്ല, പക്ഷെ എന്നാലും നമ്മളൊരു ഫോർമാലിറ്റിക്ക് ഒരു ചിലപ്പോൾ ഒരു ഡയലോഗ് പറയും, നിനക്ക് അപ്പം തന്നെ എന്നെ വിളിക്കാറുന്നല്ലോ, ഞാനപ്പം തന്നെ വന്ന് നിന്നെ സഹായിച്ചാണെന്നല്ലോ, ഞാൻ നിനക്ക് പറഞ്ഞു തന്നാണല്ലോ വഴി എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? യു ഷുഡ് ഹാവ് കോൾ മീ റൈറ്റ് ദെൻ. ഓക്കെ, എങ്ങനെയാണ് പറയാം? യു ഷുഡ് ഹാവ് കോൾ മീ റൈറ്റ് ദെൻ. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ, യു ഷുഡ് ഹാവ് കോൾ മീ റൈറ്റ് ദെൻ. ഓക്കെ, യു ഷുഡ് ഹാവ് കോൾ മീ റൈറ്റ് ദെൻ. ഓക്കെ, നിനക്ക് അപ്പം തന്നെ എന്നെ വിളിക്കായിരുന്നു, യു ഷുഡ് ഹാവ് കോൾ മീ റൈറ്റ് ദെൻ. ഓക്കെ, ഇങ്ങനെ ഒന്ന് കൂടി പറഞ്ഞ്, യു ഷുഡ് ഹാവ് കോൾ മീ റൈറ്റ് ദെൻ. ഓക്കെ, നിനക്ക് അപ്പം തന്നെ എന്നെ വിളിക്കായിരുന്നു, യു ഷുഡ് ഹാവ് കോൾ മീ റൈറ്റ് ദെൻ. ഇനി മുതൽ കുറച്ചും കൂടി നന്നായിട്ട് കെയർഫുൾ ആവണം കേട്ടോ. ഇനി മുതൽ കെയർഫുൾ ആവണം അല്ലേ. ചില അബദ്ധങ്ങൾ പറ്റിക്കഴിയുമ്പോൾ, ചില മണ്ടത്തരങ്ങൾ പറ്റിക്കഴിയുമ്പോൾ നമ്മൾ ചില ആളുകളോട്, മക്കളോടൊക്കെ പറയും, ഇനി തുടങ്ങി ഒന്ന് കെയർഫുൾ ആവണം കേട്ടോ, ഇനി തുടങ്ങി ഒന്ന് കെയർഫുൾ ആവണം അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളുടെ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ആകുമ്പോൾ, വളരെ ക്രൂഷ്യലായിട്ടുള്ള ശ്രദ്ധ വേണ്ട സമയങ്ങളിലാവുമ്പോൾ നമ്മൾ പറയും, ഓക്കെ ഇനി തുടങ്ങി നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, തുടങ്ങി നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഈ കാര്യം ചെയ്യാൻ കേട്ടോ എന്നൊക്കെ പറയും. ഓക്കെ, എങ്ങനെ നമുക്കത് പറയാം? ബി മോർ കെയർഫുൾ ഫ്രം നവ് ഓൺ. ഓക്കെ, ബി മോർ കെയർഫുൾ ഫ്രം നവ് ഓൺ. ഓക്കെ, ബി മോർ കെയർഫുൾ ഫ്രം നവ് ഓൺ. ഇനി നമ്മൾ 15ാമത്തെ സെൻറ്റൻസിലേക്ക് പോകണം. അവർ നിനക്ക് വേണ്ടിയിട്ട് ഒരു കെണി ഒരുക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇനി മുതലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനോട് ചേർത്ത് പറയാം, അവർ നിനക്ക് വേണ്ടിയിട്ട് ഒരു കെണി ഒരുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിനക്ക് വേണ്ടി ഒരു കെണി ഒരുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളൊരാളെ വോൺ ചെയ്യാം. ഓക്കെ, ദേ ആർ സെറ്റിംഗ് എ ട്രാപ്പ് ഫോർ യു. ദേ ആർ സെറ്റിംഗ് എ ട്രാപ്പ് ഫോർ യു. ഓക്കെ, ദേ ആർ സെറ്റിംഗ് എ ട്രാപ്പ് ഫോർ യു. നിനക്ക് വേണ്ടി ഒരു കെണി ഒരുക്കുന്നുണ്ട് അവർ. ഓക്കെ, ദേ ആർ സെറ്റിംഗ് എ ട്രാപ്പ് ഫോർ യു. ഓക്കെ, അപ്പോൾ സീക്രട്ടൊക്കെ ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയണതായിരിക്കും കുറേ കൂടി നല്ലതെന്ന് തോന്നും. ദേ ആർ സെറ്റിംഗ് എ ട്രാപ്പ് ഫോർ യു. ഇനി നമ്മൾ 16ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. എല്ലാവർക്കും അവരവരുടേതായ ചോയ്സസ് ഉണ്ട്. ഓക്കെ, അവരവരുടേതായ തീരുമാനങ്ങളുണ്ട്, തിരഞ്ഞെടുക്കലുകളുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കും, എല്ലാവർക്കും അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കും, എല്ലാവർക്കും അവരുടേതായ തീരുമാനങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ തീരുമാനങ്ങളൊന്നും നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും അല്ലേ. എവ്രി വൺ ഹാസ് their own choices. Okay, everyone has their own choices. ഇങ്ങനെയാണ് കേട്ടോ അത് ഇംഗ്ലീഷിൽ പറയാം, everyone has their own choices. ഓക്കെ, എല്ലാവർക്കും അവരവരുടേതായ തിരഞ്ഞെടുക്കലുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്, ചോയ്സസ് ഉണ്ട് എന്നൊക്കെ പറയാണ്. ഇങ്ങനെ everyone has their own choices. ഇപ്പം നമ്മൾ പറഞ്ഞു എല്ലാവർക്കും അവരവരുടേതായ സെലക്ഷൻസ് ഉണ്ട്, ചോയ്സസ് ഉണ്ട് എന്ന് പറയണം. എന്നിട്ട് പറയണം അതുകൊണ്ട് നമ്മൾ ആരും ഫോഴ്സ് ചെയ്യണ്ട, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്കത് പറയാം, വി ഷുഡ് നോട്ട് ഫോഴ്സ് എനിബഡി. അതുകൊണ്ട് നമ്മൾ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല, നമ്മൾ ആരും അത് ചെയ്യാനായിട്ട് നിർബന്ധിക്കേണ്ട കാര്യമില്ല. വി ഷുഡ് നോട്ട് ഫോഴ്സ് എനിബഡി, വി ഷുഡ് നോട്ട് ഫോഴ്സ് എനിബഡി. നമ്മളിനി 18ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. ആ തണുത്താറുന്നതിന് മുമ്പ് ആ ഭക്ഷണം ഒന്ന് കഴിക്കും. ഓക്കെ, ആ തണുത്താറുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കും. എപ്പോഴും അമ്മമാർ വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. എന്നോട് എപ്പോഴും എൻ്റെ അമ്മ റിമൈൻഡ് ചെയ്യുന്ന കാര്യം, നമുക്ക് ബസ്സിന്നിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും അല്ലെങ്കിൽ ഭാര്യയോട് പറയും, ഇത് ഫുഡൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കും എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ വഴിക്ക് ഈ വഴിക്കൊക്കെ ഒന്ന് ഇറങ്ങി പറയും, അത് തണുത്താറുന്നതിന് മുമ്പ് കഴിക്കും, ഞാനതിപ്പോൾ ചൂടാക്കി വെച്ചേ ഉള്ളൂ എന്നൊക്കെ പറയും. ഓക്കെ, ഇങ്ങനെയാ പറയാം. അമ്മമാർക്കൊക്കെ ഇനി മക്കളോട്, ഭാര്യമാർക്കൊക്കെ മക്കളോടും ഭർത്താവിനോടൊക്കെ പറയാം കേട്ടോ. അത് ഇങ്ങനെ പറയാം, ഈറ്റ് യുവർ ഫുഡ് ബിഫോർ ഇറ്റ് ഗെറ്റ്സ് കോൾഡ്. Eat your food before it gets cold. Okay, eat your food before it gets cold. Okay, eat your food before it gets cold. Okay,
തണുത്താറുന്നതിന് മുമ്പ് കഴുകി. ഈറ്റ് യുവർ ഫുഡ് ബിഫോർ ഇറ്റ് ഗെറ്റ്സ് കോൾഡ്. 19ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ അതൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മുടെ ഒരു ചങ്ക് നമ്മളെക്കുറിച്ച് കുറച്ച് അപവാദം പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂട്ടുകാരോട് പറയണം, കേട്ടോ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അവൻ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. ഐ കാൻറ്റ് ബിലീവ് that he said that about me. Okay, I can't believe that he said that about me. അവൻ അത് എന്നെക്കുറിച്ച് പറഞ്ഞെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഐ കാൻറ്റ് ബിലീവ് that he said that about me. ഓക്കെ, അവൻ അങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് നമ്മൾ നമ്മുടെ 20ാമത്തെ 140ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. എനിക്ക് നിങ്ങളെ പോലെ സംസാരിക്കണം. ഓക്കെ, അപ്പോൾ ചില ആളുകൾ ചിരിക്കുന്നുണ്ടാവും, കാരണം ഒരുപാട് പേര് ഫോൺ ചെയ്യുമ്പോൾ പറയും എനിക്ക് ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കണം, എനിക്ക് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം, എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ സംസാരിക്കണം എന്ന് പറയാറുള്ള ആളുകളുണ്ട്. എനിക്ക് നിങ്ങളെ പോലെ സംസാരിക്കണം. ഐ വോണ്ട് ടു സ്പീക്ക് ലൈക്ക് യു. ഓക്കെ, ഐ വോണ്ട് ടു സ്പീക്ക് ലൈക്ക് യു. ഓക്കെ, ഐ വോണ്ട് ടു സ്പീക്ക് ലൈക്ക് യു. എനിക്ക് നിങ്ങളെ പോലെ സംസാരിക്കണം. ഐ വോണ്ട് ടു സ്പീക്ക് ലൈക്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ 20 സെൻറ്റൻസസ് പഠിച്ചു കഴിഞ്ഞു. നമ്മളങ്ങനെ 140 സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഓൾറൈറ്റ്, വൗ, വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹോംവർക്കിലേക്ക് കിടക്കാം. എനിക്കിന്ന് നേരത്തെ പോകണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സെൻറ്റൻസസിൽ ഒന്നാണ് എനിക്കിന്ന് നേരത്തെ പോകണം. എനിക്കിന്ന് നേരത്തെ പോകണം. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ കമൻറ്റ് ചെയ്യണം. രണ്ടാമത്തെ, നിനക്ക് ആരെയാണ് സംശയം? നിനക്ക് ആരെയാണ് സംശയം? നീ ആരെയാണ് സംശയിക്കുന്നത് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നീ ആരെയാണ് സംശയിക്കുന്നത്? എനിക്കിന്ന് നേരത്തെ പോകണം. 2 സെൻറ്റൻസസ്, ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് കമൻറ്റ് ചെയ്യണം. ഓൾറൈറ്റ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റിൽ പറഞ്ഞു, എന്തിനാ ലൈക്ക് ചെയ്യാനായിട്ട് പറയണത്? ഞങ്ങളല്ലാതെ തന്നെ താങ്കളുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷം. ഞാൻ എൻ്റെ ഉദ്ദേശം നിങ്ങളോട് പറഞ്ഞല്ലോ. എനിക്ക് ലൈക്ക് കിട്ടുമ്പോൾ ഡെഫിനറ്റായിട്ടും എനിക്കതൊരു അപ്രീസിയേഷനാണ്, അതൊരു ഭാഗമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യുമ്പോൾ വീഡിയോ കൂടുതൽ സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി പേരിലേക്ക് ഇംഗ്ലീഷ് അറിയാത്ത അനേക ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ ചെല്ലും. അങ്ങനെ ഒരു പർപ്പസ് കൂടെ മുന്നിൽ കണ്ടിട്ടാണ്. ഓൾറൈറ്റ്, ഇനി നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് നേരിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ്സുകൾ ദയവായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Linto.